സാഹിത്യ വിമർശനത്തിൻ്റെ ഭാഷയിൽ വ്യത്യസ്ത പാഠങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ കോഫി ഹൗസിൻ്റെ മുമ്പിലേക്ക് ഒരു ജീപ്പ് വന്നു നിന്നു. ജീപ്പിൽ നിന്ന് 2 പോലീസുകാർ ഇറങ്ങി. അവർ നേരെ ഈ കവിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കവിയുടെ കൈകൾക്ക് വിലങ്ങ് വെച്ച് അയാളെ കൊണ്ടുപോയി മുത്തശ്ശിക്ക്, യുവതിക്ക്, കുട്ടിക്ക്, തൊഴിലാളിക്ക്, ബിസിനസ്സുകാരന് വിവിധ പാഠങ്ങൾ നിർമ്മിക്കാനുള്ള ഒരവസരവുമില്ല. അധികാരം അതിൻ്റെ അജണ്ട നടപ്പിലാക്കി. 2025 നമ്മൾ മാരാരെക്കുറിച്ച് ആവേശത്തോടെ ആലോചിക്കുമ്പോൾ ഇന്ത്യയിലെ നവഭാസം എല്ലാ തരത്തിലുള്ള നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കും മേൽ, നമ്മുടെ വായനക്കും മേൽ മിത്തിൻ്റെ മേൽക്കോയ്മ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് ഉച്ചക്ക് ഈ ഒരു സാംസ്കാരിക സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ സ്പീഡ് പോസ്റ്റായിട്ടൊരു പുസ്തകം വരികയുണ്ടായി. വായനക്കിടയിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ബക്കർ മേത്തലയാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം വെറുതെ മറച്ചു നോക്കിയപ്പോൾ ആ പുസ്തകത്തിൽ അതിൻ്റെ സമർപ്പണം ഖലീൽ ജിബ്രാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്യം നമ്മളൊക്കെ മുമ്പ് വായിച്ചതും കേട്ടതുമാണ്. ആ വാക്യമാണ് ഞാൻ ഇന്ന് അവസാനം വായിച്ചത്. ആ വാക്യം ഇതാണ്: സ്നേഹത്തിന് നിറഞ്ഞു തുളുമ്പാനല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാനില്ല. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം: സ്നേഹത്തിന് നിറഞ്ഞു തുളുമ്പാനല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാനില്ല. ആ വാക്യം പകരുന്ന ഒരു കുളിർമയുണ്ട്, ഒരു സാന്ത്വനമുണ്ട്. നമ്മുടെ കാലത്തെ സ്നേഹത്തിന് പോലും തേറ്റയും ദംഷ്ട്രകളും ഒക്കെ ഉണ്ടെങ്കിലും, സ്നേഹത്തിൻ്റെ പേരിൽ ചോരപ്പുഴകൾ ഒഴുകുന്നുണ്ടെങ്കിലും, ഈ ഒരൊറ്റ വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു പുളകം വിവരണ വിധേയമല്ല. സ്നേഹത്തിന് നിറഞ്ഞു തുളുമ്പാനല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കാനില്ല. ഇതാണ് ഒരു പുസ്തകത്തിൽ ഇന്ന് ഞാൻ വായിച്ച ഒരു വാക്യമെങ്കിൽ, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് ഇങ്ങനെയാണ്: നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ഓട്ടോഗ്രാഫിൽ ആദ്യം എഴുതിയിട്ടുണ്ടാവുക ഒരു പലിശക്കാരനായിരിക്കണം. നീ എന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ഓട്ടോഗ്രാഫിൽ ആദ്യം എഴുതിയിട്ടുണ്ടാവുക ഒരു പലിശക്കാരനായിരിക്കണം. അയാൾക്ക് മറക്കാൻ പറ്റില്ല. ഇത് അലി കടുകശ്ശേരിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. ഇന്നത്തെ ഉച്ച ആരംഭിച്ചത് ഈ 2 വേറിട്ട പ്രയോഗങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ, ഇന്നെന്നെ മത്ത് പിടിപ്പിച്ച, ഉന്മത്തമാക്കുന്നൊരു പ്രയോഗം നടത്തിയത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ്. അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA KT ജലീൽ ആ പ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഉന്മത്തമായ, മത്ത് പിടിച്ച, ഇംഗ്ലീഷിൽ നമ്മൾ കിക്ക് എന്ന് പറയുമല്ലോ, അങ്ങനെ കിക്ക് ഉണ്ടാക്കിയ പ്രയോഗം MM-നെ കുറിച്ച് ഡോക്ടർ ആർ ബിന്ദു നടത്തിയ ഒരു സ്പെഷ്യൽ പ്രയോഗമാണ് പണ്ഡിത ശിരോമണി. അതുകൊണ്ട് എനിക്കിനി ആധികാരികമായി എവിടെ കണ്ടാലും MM-നെ ബ്രാക്കറ്റിൽ PS പണ്ഡിത ശിരോമണി എന്നുകൂടി വിളിക്കാനുള്ള, ഡോക്ടർ ആർ ബിന്ദു ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രയോഗം നടത്തിയാൽ അദ്ദേഹം എൻ്റെ കഴുത്ത് പിടിക്കാനിടയുണ്ട്. പക്ഷെ ഇനി ധൈര്യമായി, അങ്ങനെ വളരെ ഹാപ്പിയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്, നമുക്കെല്ലാവർക്കും ഇങ്ങനെ മലയാളം സംസാരിക്കാൻ കഴിയുന്നത് കുട്ടിക്കൃഷ്ണമാരാർ കൂടി ഇടപെട്ട ഒരു മലയാളമായതുകൊണ്ടാണ് എന്ന് നമ്മൾ മറക്കാൻ പാടില്ല. മാരാരെ കിഴിച്ചാൽ പിന്നെയുള്ള മലയാളം എല്ലിന് ഉറപ്പ് കുറഞ്ഞൊരു മലയാളമായിരിക്കും. ആ അർത്ഥത്തിൽ മലയാള ഭാഷയുടെ
അസ്ഥിക്ക് ദൃഢത നൽകുന്നതിൽ, പിന്നീട് വന്ന എഴുത്തുകാർക്ക് മാംസളമായ വർണ്ണനകൾ കൊണ്ട് അതിനെ പൊതിയാൻ പാകത്തിൽ എല്ലുറപ്പുള്ള ഒരു മലയാളം സൃഷ്ടിച്ചെടുക്കുന്നതിൽ കുട്ടിക്കൃഷ്ണമാരാർ നടത്തിയ ഇടപെടൽ എന്ന് പറയുന്നത് മലയാള ഭാഷ നിലനിൽക്കുന്നിടത്തോളം കാലം ആരുടെയും പ്രത്യേകിച്ചുള്ള കുത്തുകാലില്ലാതെ തന്നെ ഉയർന്നു നിൽക്കും എന്നുള്ളത് എല്ലാ മലയാളികളുടെയും എക്കാലത്തെയും അഭിമാനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മലയാള ശൈലി എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയല്ല ഞാൻ ഈ കാര്യം പറയാൻ ശ്രമിക്കുന്നത്. മറിച്ച് ഇവിടെ പരാമർശിച്ച പുസ്തകങ്ങൾ ഭാരതപര്യടനവും രാജാങ്കണവും കല ജീവിതം തന്നെ എന്നുള്ളതും സാഹിത്യ വിദ്യയും സാഹിത്യ സല്ലാപവും കൈവിളക്കും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിലൂടെ നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്തുകയാണെങ്കിൽ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ആവിധം അലസമായി ഓട്ടപ്രദക്ഷിണം നടത്താൻ പാകത്തിൽ കുട്ടിക്കൃഷ്ണമാരാർ ഒരു കൃതിയും എഴുതിയിട്ടില്ല. വളരെ ഗൗരവമായി വായിക്കപ്പെടേണ്ട കൃതികളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ആ കൃതികളുമായി നാം വായിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് മാത്രമാണ്. കാരണം ഞാനിവിടെ സംസാരിക്കുന്നത് എനിക്കറിയാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഇടപെടൽ കൂടി നടക്കാനുണ്ട്. മാത്രമല്ല അതേ തുടർന്ന് ആശംസകളും റിപ്പോർട്ട് അവതരണവും ഉൾപ്പെടെ പല കാര്യങ്ങളും നടക്കാനുണ്ട്. കുട്ടിക്കൃഷ്ണമാരാരെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ഒരു സംവാദാത്മകമായ വായനയ്ക്കുള്ള ഒരു സന്ദർഭമല്ല ഇത് എന്നുള്ളത് കൊണ്ട് മാരാർ നടത്തിയ ഇടപെടലുകളെ മൊത്തത്തിലെടുത്താൽ, അതിൻ്റെ ഒരു ആകത്തുകയിലെടുത്താൽ വളരെ പ്രസക്തമായ ഒരു കാര്യം MM ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതായത് കുട്ടിക്കൃഷ്ണമാരാർ പ്രത്യക്ഷത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ എതിര് നിന്ന, അതിനോട് ഏറ്റുമുട്ടിയ ഒരു മഹാപ്രതിഭയാണ്. എന്നാൽ മാരാരുടെ രചനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ രചനകൾ പുരോഗമന സാഹിത്യത്തിന് ഊർജം പകർന്ന രചനകളാണ്. ഇത് സർഗാത്മക സൃഷ്ടികളുടെ മണ്ഡലത്തിൽ മുമ്പേ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ യുക്തി എന്താണ്? അതിനൊരൊറ്റ യുക്തിയേ ഉള്ളൂ. വലതുപക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരാളുടെ രചന ഇടതുപക്ഷമാകാം, ഇടതുപക്ഷ കാഴ്ചപ്പാട് പുലർത്തുന്ന ഒരാളുടെ രചന വലതുപക്ഷവുമാകാം. അങ്ങനെ ആയിത്തീരാനുള്ള കാരണം EMS തൻ്റെ പ്രസിദ്ധമായൊരു പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. നമ്മളൊക്കെ ഇടതുപക്ഷമായപ്പോഴും പല വലതുപക്ഷ ആശയങ്ങളും ചുമന്നുകൊണ്ടാണ് ഇടതുപക്ഷത്തേക്ക് കടന്നു വന്നത്. അതിൻ്റെ ഒരുപാട് പരിമിതികൾ തീർച്ചയായിട്ടുമുണ്ട്. ഈ സമയത്ത് പോലും നമ്മൾ ഏറെക്കുറെ പ്രബുദ്ധമാണ് എന്നാണ് കരുതുന്നത്. പക്ഷേ ഈ കാലത്ത് പോലും നമ്മൾ ഒരു അരമണിക്കൂർ സംസാരിച്ചാൽ, ഞാൻ സംസാരിച്ചാൽ, നിങ്ങൾ സംസാരിച്ചാൽ, ഇടതുപക്ഷത്ത് നിന്ന് ഉറച്ചു നിന്ന് ഒരിടർച്ചയുമില്ലാതെ നമ്മൾ സംസാരിച്ചാൽ ആ സംസാരം പോലും അരിച്ചു നോക്കിയാൽ അതിലൊരുപാട് വലതുപക്ഷ കരടുകൾ, ആശയങ്ങൾ അനിവാര്യമായും ഉണ്ടാകും. ഇതൊരു വ്യക്തിയുടെ കുറ്റമല്ല, മറിച്ച് നാം ജീവിക്കുന്ന കാലം അത്രമേൽ വലതുപക്ഷ ആശയങ്ങളാൽ ആച്ഛാദിതമാണ്. അത്രമേൽ വലതുപക്ഷ ആശയങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടിക്കൃഷ്ണമാരാർ എന്ന മഹാപ്രതിഭയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു, മാരാർ ഒറ്റക്കല്ല. മലയാളത്തിൽ സാഹിത്യ വിമർശനം എന്ന് പറയുന്നത് വൈകി ആരംഭിച്ച ഒന്നാണ്. നമുക്ക് സാഹിത്യ വിമർശനത്തിൻ്റെ ആവിധമുള്ളൊരു പശ്ചാത്തലവും ഉണ്ടായിട്ടില്ല. അതും ഒരു സംവാദമാണ്. 1889 ഒയാരത്ത് ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതിയതിനെ ലക്ഷണമൊത്ത നോവലായി ഇന്ന് പൊതുവിൽ ആരും കൊണ്ടാടാറില്ല. മറിച്ച് മലയാളത്തിലെ ഏറ്റവും സ്ഫോടനാത്മകമായ രചന 1892 പോത്തേരി കുഞ്ഞമ്പു എഴുതിയ സരസ്വതി വിജയം എന്ന കൃതിയാണ്. അത് സമീപകാലത്ത് ആവർത്തിച്ച് സാഹിത്യ വിമർശകർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ കൃതി ജാതി മേൽക്കോയ്മയെ മറച്ചിടാനുള്ള, നാടുവാഴിത്തത്തിനെതിരെ മുതലാളിത്തം തുറന്ന ഒരു പൊതുമണ്ഡലമുണ്ട്, പബ്ലിക് സ്പിയർ. ആ പബ്ലിക് സ്പിയറാണ്, പൊതുമണ്ഡലമാണ് വിമർശനം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിന് വീര്യവിസ്മയങ്ങൾ നൽകുന്ന വിമർശനത്തെ സാധ്യമാക്കിയത്. നാടുവാഴിത്തത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള
സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഒരു പ്രത്യേക ചരിത്ര സന്ദർഭമാണ് വിമർശനത്തെ രൂപപ്പെടുത്തിയത്. ഞാൻ പറയുന്നത് 1889 പക്ഷേ മലയാള നിരൂപണം ശക്തമായി ആരംഭിക്കുന്നുണ്ട്. അതിന് തുടക്കം കുറിച്ചത് CP അച്യുതമേനോനാണ്. അദ്ദേഹമാണ് മലയാള വിമർശനത്തിന് പിതാവ് എന്നതൊക്കെ മെറ്റഫറാണ്, വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ ഭാഷാപ്രയോഗത്തിലൊക്കെ ഒരുപാട് വലതുപക്ഷ ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാഷയ്ക്ക് പിതാവ്, രാജ്യത്തിന് മാതാവ്, ഇതൊക്കെ നമ്മൾ കണ്ടെത്തി അടയാളപ്പെടുത്തേണ്ടി വരുന്നത്. പിന്നീട് മെറ്റഫറാണ് എന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നുപോകും. അതിൻ്റെ പേരിൽ അടിയും കൂടും. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഭാരതമാതാവിൻ്റെ പേരിലുള്ള യുദ്ധം ഉണ്ടായി തീർന്നിരിക്കുന്നത്. സത്യത്തിൽ അതൊരു മെറ്റഫറായിരുന്നു. അങ്ങനെ മെറ്റഫറുകൾ സ്റ്റീരിയോ ടൈപ്പായി മാറുമ്പോൾ അത് സമൂഹത്തിൽ സംഘർഷം ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിലും സൗകര്യത്തിന് വേണ്ടി മലയാള നിരൂപണത്തിൻ്റെ പിതാവ് CP അച്യുതമേനോൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ രൂക്ഷത അനുഭവിച്ചിട്ട് എഴുത്ത് നിർത്തിയ ആളുകളുണ്ട്. നാടുവിട്ടവർ പോലും ഉണ്ടത്രേ. എന്ന് പറഞ്ഞാൽ അത്ര രൂക്ഷമായ വിമർശനമാണ് CP അച്യുതമേനോൻ നടത്തിയത്. നമുക്കറിയാം, ഈ കാലത്തിന് പ്രത്യേകതയുണ്ട്. കുട്ടികൃഷ്ണമാരാർ ആകാശത്ത് നിന്ന് അടർന്നു വീണ ഒരു അത്ഭുതമല്ല. അദ്ദേഹം നമ്മുടെ ചരിത്രത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു മഹാപ്രതിഭയാണ്. മാരാരെ നിർമ്മിച്ച ചരിത്രം എന്താണ് എന്നാണ് ഞാൻ ആദ്യമായി സംക്ഷിപ്തമായി പരിശോധിക്കുന്നത്. എനിക്കറിയാം ഈ ഒരു സദസ്സ് അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക സാഹിത്യ വിശകലനത്തിന് അത്രമേൽ പര്യാപ്തമാവണമെന്നില്ല. പക്ഷേ വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കുട്ടികൃഷ്ണമാരാരെ സാമ്രാജ്യത്വ വിരുദ്ധ നവോത്ഥാന പുരോഗമന സാഹിത്യ പ്രസ്ഥാന ചരിത്രത്തിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. മാരാരെ നിർമ്മിച്ച 3 ചരിത്രഘട്ടം എന്ന് പറയുന്നത്, ഒന്ന് സാമ്രാജ്യത്വ വിരുദ്ധ ഘട്ടമാണ്. മാരാരെക്കുറിച്ച് പറഞ്ഞു, 1900 ജനിച്ച് 1973 മരിക്കുന്ന ഒരു 72 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നുപോകുന്ന 3 ചരിത്ര സന്ദർഭം. ഒന്ന് സാമ്രാജ്യത്വ വിരുദ്ധ സമരം, 2 നാനാതരത്തിലുള്ള നവോത്ഥാന സമരങ്ങൾ, 3 സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിനും നവോത്ഥാന സമരത്തിനുമിടയിൽ രൂപപ്പെട്ട പുരോഗമന സാഹിത്യ പ്രസ്ഥാനം. ഇത് 3ഉം ആ കാലത്തെ മഹാന്മാരായ ദൈക്ഷണികരെ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. മാരാരെക്കുറിച്ച് പറയുമ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള മറക്കാനാവില്ല. മലയാള സാഹിത്യ വിമർശനത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അതുപോലെ തന്നെ MP പോൾ, അദ്ദേഹത്തെ നമ്മൾ ഓർക്കേണ്ടി വരും. വേണമെങ്കിൽ സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള, ഒരു ബ്രാക്കറ്റിലാണ് ഞാൻ പറയുന്നത്, കാരണം നിയോ ക്ലാസിക് പാണ്ഡിത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ വായനകളാണ് എഴുത്തച്ഛനെക്കുറിച്ചും ചെറുശ്ശേരിയെക്കുറിച്ചും കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ചും ഒക്കെ നടത്തിയ ഏറെക്കുറെ നിയോ ക്ലാസിക്കൽ പഠനമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷേ കേസരി ബാലകൃഷ്ണപിള്ളയും മുണ്ടശ്ശേരിയും MP പോളും മാരാരും അവർ മലയാളത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചരിത്രഘട്ടത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള മലയാളത്തിലെ സാഹിത്യ വിമർശകരാണ്. ആ വിമർശകർ ഉയർന്നു വന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ആ മാറ്റം നാടുവാഴിത്തത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള മാറ്റമാണ്. ആ മാറ്റത്തിൻ്റെ പ്രതിനിധികളാണ്, ആ മാറ്റത്തിൻ്റെ പ്രകാശമാണ്, ആ മാറ്റത്തിൻ്റെ വീറും അതിൻ്റെ വാശിയുമാണ്, അതിൻ്റെ സംവാദാത്മകതയാണ് അവർ അവരുടെ കൃതികളിൽ ആവിഷ്കരിച്ചത്. ഒരു സംശയവുമില്ല. ഉദാഹരണമായിട്ട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ നിശ്ചിതമായി വിമർശിക്കുമ്പോഴും മാരാരുടെ സാഹിത്യ വിദ്യ എന്ന പേരിലുള്ള ആ ചെറിയ പുസ്തകം മാത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുരോഗമന സാഹിത്യം പങ്കുവെച്ചതും മാരാർ പങ്കുവെക്കുന്നതും. സാഹിത്യം എന്നുള്ളത് വിനോദമല്ല, സാഹിത്യം എന്നത് വിശ്രമ സമയത്തെ ഒരലസ വായനക്കുള്ള അസംസ്കൃത പദാർത്ഥമല്ല. സാഹിത്യം എന്നുള്ളത് ശുദ്ധകലാവാദത്തിൻ്റെ ആവിഷ്കാരമല്ല, മറിച്ച്
അതിന് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മാരാരുടെ വാക്ക് കടമെടുത്താൽ ചിത്ത സംസ്കരണം, മനസ്സിൻ്റെ വിസ്തൃതി, വികാസം, മനസ്സിൻ്റെ രൂപാന്തരീകരണം, മനസ്സിനെ പാകമാക്കൽ. ഒരു പുതിയ ജീവിതത്തിന് മനസ്സിനെ പാകമാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ പേരാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ കാഴ്ചപ്പാടിൽ സാഹിത്യം. അതുതന്നെയാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാരാർ നടത്തിയ പല ഇടപെടലുകളും അദ്ദേഹത്തിന് പുരോഗമന സാഹിത്യ സംഘടനയോട് എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ആ സംഘടന മുന്നോട്ട് വച്ച സാഹിത്യ സങ്കല്പനങ്ങളോട് ആവിധ എതിർപ്പുണ്ടായിരുന്നില്ല. തീരെ എതിർപ്പുണ്ടായിരുന്നില്ല എന്ന് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് കുട്ടിക്കൃഷ്ണമാരാർ എന്ന മലയാള സാഹിത്യത്തിലെ മഹാത്ഭുതത്തെ മാറ്റിവെച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിൽ ഒരു സംവാദത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ അർത്ഥത്തിലാണ് നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അനുകൂല ബന്ധങ്ങൾ മാത്രമാണ് ബന്ധം. അത് ചരിത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. എതിർ ബന്ധങ്ങളും ബന്ധങ്ങളാണ്. ഒരുപക്ഷെ അനുകൂല ബന്ധങ്ങൾ ഏറ്റവും സജീവമാകുന്നത് എതിർ ബന്ധങ്ങളുടെ ഒരഭിമുഖീകരണത്തിലൂടെ മാത്രമായിരിക്കും. അതാണല്ലോ സംവാദം. ആ അർത്ഥത്തിൽ ഇന്നും നമ്മൾ തുടരേണ്ട നിരവധി സംവാദങ്ങൾ കുട്ടിക്കൃഷ്ണമാരാർ തുടങ്ങി വച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ അവസാനത്തെ കാര്യവും അതുമാത്രമാണ്. അത് ഞാൻ ആധുനിക സാഹിത്യ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ മാരാരെക്കുറിച്ചുള്ള ഒരു ഇടപെടലാണ് എന്നോട് ആവശ്യപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് സമകാല വായനയെക്കുറിച്ച് ഒരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രബന്ധം അല്ലെങ്കിൽ പ്രബന്ധങ്ങളിൽ ഒന്ന് 1971 റൊളാണ്ട് ബാർത്ത് എഴുതിയ ഒരു പ്രബന്ധമാണ്. ഫ്രഞ്ച് സാഹിത്യ വിമർശകനാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ഒരു ബാർബർ ഷാപ്പിൽ മുടിവെട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അക്കാലത്തെ ഫ്രാൻസിലെ, കേരളത്തിലും അക്കാലത്തും ഇക്കാലത്ത് എത്ര ഉറപ്പുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ഉള്ള ഒരു സംഭവമുണ്ട്. അവിടെ പലതരം പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടാവും. അപ്പം ബാർത്ത് മുടിവെട്ടാൻ പോയപ്പോൾ അതൊരു സാംസ്കാരിക സംഭവമായി മാറി. കാരണം അവിടെയുള്ള പാരീസ് മാച്ച് എന്നു പേരുള്ള ഒരു മാഗസിൻ, ആ മാഗസിൻ അദ്ദേഹം കയ്യിലെടുത്തു. നോക്കുമ്പോൾ ആ മാഗസിൻ്റെ കവർ ചിത്രം എന്ന് പറയുന്നത് ഒരു കാപ്പിരി ഫ്രഞ്ച് പതാകയെ സല്യൂട്ട് ചെയ്യുന്ന ചിത്രമാണ്. അതേക്കുറിച്ച് റൊളാണ്ട് ബാർത്ത് ഒരു ലേഖനം എഴുതി. നമ്മൾ ബാർബർ ഷോപ്പ് പോയാൽ മുടി വെട്ടിപ്പോരും, റൊളാണ്ട് ബാർത്ത് പോയാൽ അദ്ദേഹം അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം വികസിപ്പിക്കും. ആ എഴുതിയ പ്രബന്ധം 2025 ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ്. രാമനെക്കുറിച്ചൊക്കെയുള്ള പുതിയ സംവാദങ്ങൾ ആവശ്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് 992 ഡിസംബർ 6 രാമൻ്റെ പേരിൽ ബാബറി പള്ളി പൊളിച്ചതോടെ രാമൻ്റെ ബഹുവായന എന്നുള്ളത് സംശയാസ്പദമായി തീരുകയാണ് എന്ന് കരുതുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ഞാൻ. അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. തീർച്ചയായിട്ടും അത് വലിയൊരു സംവാദമാണ്. കാരണം 2 രാമന്മാരെക്കുറിച്ച് കുട്ടിക്കൃഷ്ണമാരാർ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ വാൽമീകിയുടെ രാമൻ 40കളിൽ എഴുതിയതാണ്, രണ്ടാമത്തേത് 60കളിൽ എഴുതിയാണ്. ഒരു 10-20 കൊല്ലത്തിൻ്റെ ഇടക്ക് മാരാരുടെ രാമസങ്കല്പത്തിൽ മാറ്റം വരികയുണ്ടായി. ഇന്നായിരുന്നു എങ്കിൽ അദ്ദേഹം എപ്രകാരമായിരുന്നു അതേക്കുറിച്ച് എഴുതുക എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഞാൻ അടിവരയിടുന്നു. നിരവധി രാമവ്യാഖ്യാനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, ആ രീതിയിലുള്ള സാഹിത്യകൃതികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സ്വാഗതാർഹമാണ്. പക്ഷേ ഇന്ത്യാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിൽ ഒന്നാണ് 992 ഡിസംബർ 6. അതായത് ഗോഡ്സെയുടെ രാമനും മര്യാദാ പുരുഷോത്തമനായ രാമനും എന്ന 2 രാമൻ, സാഹിത്യ വിമർശനത്തിൻ്റെ ഭാഷയെ പറഞ്ഞ ബൈനറി, ഇരട്ട, പരസ്പരം ഇടിച്ച് ഇല്ലാതായി തീരുകയായിരുന്നുവോ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളെ അവിടെ നിർത്തിയിട്ട് നമ്മുടെ വായനയുടെ, പ്രത്യേകിച്ചും സമകാല മാരാർ വായനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഞാൻ പറഞ്ഞത് റൊളാണ്ട് ബാർത്തിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രബന്ധം
അദ്ദേഹത്തിൻ്റെ ഈ സല്യൂട്ട് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറയാൻ കാരണം, ഈ കാപ്പിരി ഫ്രഞ്ച് പതാകയെ പറ്റി സല്യൂട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ ഫ്രാൻസിൽ നടക്കുന്നത് ഈ കാപ്പിരികൾക്കെതിരെയുള്ള കടുത്ത വിവേചനമാണ്. അങ്ങനെയിരിക്കെ ഈ കാപ്പിരി, ഈ കറുത്ത മനുഷ്യൻ ഈ പതാകയെ, ഫ്രാൻസിൻ്റെ വ്യാജമായ ദേശീയതയെ അഭിവാദ്യം ചെയ്യാൻ സത്യത്തിൽ സാധ്യതയില്ല. അതുകൊണ്ട് അത് ഫ്രാൻസിൻ്റെ മേൽക്കോയ്മ ദേശീയതയുടെ ഒരു അഡ്വർടൈസ്മെൻ്റാണ്, ഒരു പരസ്യമാണ്. ഇന്ത്യയിൽ അത്തരത്തിലുള്ള ധാരാളം പരസ്യങ്ങൾ നമ്മുടെ മേൽക്കോയ്മ ദേശീയത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെയാണ് റൊളാണ്ട് ബാർത്ത് മിത്തിനെക്കുറിച്ചുള്ള റൊളാണ്ട് ബാർത്തിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായ നിർവചനം, മിത്ത് ഈസ് എൻ എപ്പൊളിറ്റിക്കൽ സ്പീച്ച്. അരാഷ്ട്രീയമായ ഭാഷണമാണ് മിത്ത്. നമ്മളിന്ന് പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയൊക്കെ പേരിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അരാഷ്ട്രീയ ഭാഷണങ്ങളാണോ എന്ന് ആലോചിക്കണം. കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം ജ്വലിക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച കൃതിയാണ്. അതിനെ നമ്മൾ അങ്ങനെ ഉയർത്തിപ്പിടിക്കണം. പക്ഷേ ഇന്നത്തെ നമ്മുടെ കാലത്ത്, അതായത് ഡെമോക്രസിയെ മിത്തോക്രസി ഓവർടേക്ക് ചെയ്ത ഒരു കാലത്ത്, പാഠപുസ്തകങ്ങളിൽ പോലും ചരിത്രത്തിന് പകരം മിത്ത് ഇടം പിടിച്ചൊരു കാലത്ത്, മിത്ത് എന്നുള്ളത് മിത്തല്ല, അത് നമ്മുടെ ദേശീയതയാണ് എന്ന് പലരും ആക്രോശിക്കുന്ന ഒരു കാലത്ത്, നമ്മുടെ പഴയ അലസമായ വ്യാഖ്യാനങ്ങൾ കൊണ്ട് അതിനെ നേരിടാനാവില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ നവഭാസം മിത്തുകളെ കേന്ദ്രമാക്കി വലിയൊരു കാന്തിക മണ്ഡലം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെ എതിർക്കുന്ന വ്യാഖ്യാനത്തെ പോലും ആ കാന്തിക മണ്ഡലം പിടിച്ചെടുത്ത് കളയും. അതുകൊണ്ട് എതിർക്കുന്നവർക്ക് ഞങ്ങൾ എതിർക്കുകയാണല്ലോ ചെയ്തത് എന്നൊരാശ്വാസം തൽക്കാലമായി ഉണ്ടാവുമെങ്കിലും ആ ആശ്വാസത്തിന് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ രാഷ്ട്രീയ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് മിത്ത് ഈസ് എൻ എപ്പൊളിറ്റിക്കൽ സ്പീച്ച് എന്ന റൊളാണ്ട് ബാർത്തിൻ്റെ നിർവചനം പ്രസക്തമാകുന്നത്. അത് പറയാനല്ല, മറ്റൊരു കാര്യം വിശദമാക്കാനാണ്. പ്രത്യേകിച്ചും മാരാർ എങ്ങനെയാണ് കൃതികളെ വായിച്ചത്. അദ്ദേഹം നിരവധി കൃതികളെ വായിച്ചിട്ടുണ്ട്. അതിലൊക്കെ തന്നെ മാരാർ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ച കർക്കശമായ യുക്തിയാണ് മാരാരുടെ മൂർച്ചയുള്ള ആയുധം. യുക്തിയുടെ കോടതിയിൽ തെളിയിക്കപ്പെടാത്ത ഒന്നും മാരാർ സ്വീകരിച്ചില്ല. അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയ കവികളെ വരെ വിചാരണ ചെയ്തത് ഈ ഒരൊറ്റ മാനദണ്ഡം വെച്ചിട്ടാണ്. മാത്രമല്ല, തനിക്ക് ബോധ്യപ്പെട്ട ഒരാശയം താൻ ഒറ്റക്കാണെങ്കിലും അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന ഒരു നീറിൻ്റെ നിർബന്ധ ബുദ്ധി മാരാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാരാർ പതറിയിട്ടില്ല, മാരാർ ഇടറിയിട്ടില്ല. ആ അർത്ഥത്തിൽ മാരാരിൽ നിന്ന് മലയാള സാഹിത്യത്തിന്, നമ്മുടെ സാഹിത്യ വിമർശനത്തിന് ഒട്ടേറെ പഠിക്കാനുണ്ട്. ഏതെങ്കിലും അധികാര സ്ഥാപനം കണ്ണുരുട്ടുമ്പോഴേക്കും തങ്ങളുടെ കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കുന്ന പ്രവണത കൂടി വരുന്ന ഒരു നവഫാസിസ്റ്റ് കാലത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, 71 റൊളാണ്ട് ബാർത്ത് ഒരു പ്രബന്ധം എഴുതുകയുണ്ടായി. ആ പ്രബന്ധത്തിൻ്റെ പേരാണ്, അതുമായി ചേർത്ത് വെച്ചാണ് ഞാൻ മാരാരെ കാണുന്നത്. ആ പ്രബന്ധത്തിൻ്റെ പേര് ഫ്രം ടെക്സ്റ്റ് ടു വർക്ക് എന്നാണ് അതിൻ്റെ പേര്. അതായത് കൃതിയിൽ നിന്ന് പാഠത്തിലേക്ക്, ഫ്രം വർക്ക് ടു ടെക്സ്റ്റ്. വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളിപ്പം ഭാരത പര്യടനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഭാരത പര്യടനം വീണ്ടും ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു, അതിൻ്റെ കോപ്പി കൈമാറി. അത് വർക്കാണ്. എന്നാൽ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നടത്തുന്ന ഇടതടവില്ലാത്ത ഇടപെടലാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഉൽപാദനപരമായ വായനയുടെ ഉള്ളടക്കത്തെയാണ് റൊളാണ്ട് ബാർത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതായത് പലർക്കും ഒരു ധാരണയുണ്ട് കൃതി ഷെൽഫിൽ വെക്കാനുള്ളത്, അതായത് വർക്ക്. ടെക്സ്റ്റ് വായനയിൽ ഉണ്ടാവുന്നത്, അത് സൂക്ഷ്മാർത്ഥത്തിൽ ശരിയല്ല. ഉപഭോഗ വായനയിൽ ഉണ്ടാവുന്ന അലസമായ നിഷ്ക്രിയമായ പാഠം,
അത് ആവിധം പാഠമെന്ന് വിളിക്കാൻ കഴിയില്ല. അതൊരു ഉപഭോഗ വസ്തു മാത്രമാണ്. ഞാൻ പറയുന്നത് മിക്കവാറും നമ്മുടെ വായന മഹാഭാരതം കുട്ടികൃഷ്ണമാരാർക്കും എത്ര പേർ വായിച്ചിട്ടുണ്ട്? അവരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പാഠം രൂപപ്പെടുത്താൻ മാരാർക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു സംശയവും വേണ്ട, സംസ്കൃത സാഹിത്യത്തിൻ്റെ മാരാരാണ് അതാണ് പഠിച്ചത്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഭാരത പര്യടനം എഴുതാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് മേഘസന്ദേശ നിരൂപണം എഴുതാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് സാഹിത്യവിദ്യ എഴുതുവാൻ കഴിയുമായിരുന്നില്ല. കലാജീവിതം തന്നെ എഴുതുവാൻ കഴിയുമായിരുന്നില്ല. അതെഴുതുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് നമുക്ക് ഉറപ്പിച്ചു പറയാം, അദ്ദേഹം സംസ്കൃതമാണ് ആധികാരികമായി പഠിച്ചത് എങ്കിലും നവോത്ഥാന കാലം, നേരത്തെ പരാമർശിച്ച നാലപ്പാട്ട് നാരായണമേനോൻ്റെ പാവങ്ങളുടെ വിവർത്തനം മുതൽ നാലപ്പാട്ട് നാരായണമേനോനുള്ള നിരന്തര സഹവാസം വരെ രൂപപ്പെടുത്തിയ ഒരു പുതിയ ആശയലോകം. മാരാര് തന്നെ പറയുന്നുണ്ട്, മേഘസന്ദേശ നിരൂപണത്തെപ്പറ്റി പറയുമ്പോൾ സന്ദേശം കൊണ്ടുപോകുന്ന ഒരു മേഘത്തെക്കുറിച്ച് അങ്ങനെ ഒരു മേഘമില്ല, അത് വികാര വിക്ഷുബ്ധനായ യക്ഷൻ തന്നെയാണ് മേഘമായി മാറിയത് എന്ന് പറയുന്നുണ്ട്. ഈ ആശയം മാരാർക്ക് ലഭിച്ചത് എവിടെ നിന്നാണ്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഹാവ്ലോ കെല്ലീസ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയാണ് രതി സാമ്രാജ്യം എന്ന പേരിൽ നാലാപ്പാടൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. നാലാപ്പാടൻ്റെ രതി സാമ്രാജ്യത്വത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്, ആ കാമശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മേഘസന്ദേശത്തെ കണ്ടത്. അതിൽ നിന്നുള്ള വെളിച്ചമാണ് സത്യത്തിൽ മാരാരുടെ പല കൃതികളിലും ഭാരത പര്യടനത്തിലും നാം കാണുന്നത്. അതായത് ദുര്യോധനൻ ഉപഭോഗ വായനയിൽ ദുഷ്ടനാണെങ്കിലും ഉൽപാദന വായനയിൽ ആവിധം ദുഷ്ടനല്ല എന്നുറപ്പിച്ച് പറയാൻ മാരാർക്ക് കഴിഞ്ഞത് ആധുനിക ജനായത്വത്തിൻ്റെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ വായനയിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, മലയാളത്തിൽ ഒരു മാരാർ പാഠം, ഒരു മാരാർ ടെക്സ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നമ്മുടെ വായനക്ക് ആ മാരാർ ടെക്സ്റ്റിനോട് കൂടി പ്രതിപ്രവർത്തിക്കേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഏത് വായനയും ഇൻ്റർ ടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്ന പാഠങ്ങളുടെ ഒരു വല പോലുള്ള ശൃംഖലയിൽ വെച്ച് മാത്രമേ സാധ്യമാവുള്ളൂ. നമ്മൾ ഉച്ചരിക്കുന്ന ഒരു വാക്കുപോലും, ഇപ്പോൾ കുട്ടികൃഷ്ണമാരാർ തുടക്കത്തിൽ മുണ്ടശ്ശേരിയെ വിമർശിക്കുമ്പോൾ മുണ്ടശ്ശേരി തോലുരിക്കുക, വെള്ളയടിക്കുക എന്നൊക്കെയുള്ള വാക്ക്, പ്രത്യേകിച്ചും കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന പ്രബന്ധത്തിലാണ് ഈ പ്രയോഗമൊന്നും കുട്ടികൃഷ്ണമാരാർക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അദ്ദേഹം പറയുന്നതൊക്കെ രാഷ്ട്രീയക്കാരുടെ പ്രയോഗമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ആ കാലത്തിൻ്റെ ഒരു ഭാവുകത്വ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു പരിമിത കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കാളിദാസൻ മാത്രമല്ല, മുണ്ടശ്ശേരി മാത്രമല്ല, കുട്ടിക്കൃഷ്ണമാരാർ മാത്രമല്ല, സകലമാന മനുഷ്യരും അവർ കാലത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഒരു 4 വരി കവിതയുണ്ടല്ലോ, കാലമതിൻ്റെ കനത്ത കരം കൊണ്ട് ലീലയാലൊന്ന് പിടിച്ചു കുലുക്കിയാൽ പാടേ പതറിക്കൊഴിഞ്ഞു പോവും ബ്രഹ്മാണ്ട പാദപ പൂക്കളാം താരങ്ങൾ കൂടിയും. കാലം വളരെ അജയ്യമാണ്. അതുകൊണ്ട് കാലത്തിൻ്റെ കൈപ്പാടും കാൽപ്പാടും എഴുത്തിൽ പറച്ചിലിൽ എല്ലാം ഉണ്ടാകും. ഒരു 5 കൊല്ലം മുമ്പാണ് മലയാളി ഭാര്യാഭർത്താക്കന്മാർ, 5 കൊല്ലം മുമ്പ് മലയാളത്തിൽ ഭാര്യാഭർത്താക്കന്മാരുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ ഭാര്യാഭർത്താക്കന്മാരില്ല, പങ്കാളികൾ മാത്രമേയുള്ളൂ. ഔദ്യോഗികമായി ഈ മാറ്റം വരുന്നതിന് മുമ്പ് തന്നെ സാംസ്കാരികമായി ഈ മാറ്റം നമ്മുടെ കൃതികളിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സഹൃദയർ എന്നൊന്നില്ല, ഇപ്പോൾ ഗുരു എന്നൊന്നില്ല. ഗുരുവിൻ്റെ കാല് കഴുകുന്ന ആചാരത്തെ പുനഃസ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നത്, ഗുരുവല്ല അധ്യാപകൻ, ശിഷ്യനല്ല വിദ്യാർത്ഥി, സഹൃദയരല്ല വായനക്കാർ, ജമ്മിയുടെ വലിച്ചു നീട്ടലല്ല മുതലാളിത്തം.
ഇവിടെയെല്ലാം ജ്ഞാനശാസ്ത്രപരമായ വിച്ഛേദം, എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ വിച്ഛേദത്തെ കൂടി, അതായത് ചരിത്രത്തിലെ തുടർച്ചകളെ മാത്രമല്ല, അതിലെ ഇടർച്ചകളെ കൂടി ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ അത് വൈരുദ്ധ്യാത്മക വായനയായിട്ട് മാറുകയുള്ളൂ. ആ വൈരുദ്ധ്യാത്മക വായനയുടെ ഒരു ഏകദേശ സൈദ്ധാന്തിക രൂപീകരണമാണ് റൊളാണ്ട് ബാർത്ത് നടത്തിയത്. ആ അർത്ഥത്തിലാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ സാഹിത്യകൃതികളുടെ വായനയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ഞാൻ അമർത്തി പറയുന്നു, ഒരു മാരാർ പാഠം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മൗലിക പ്രതിഭയുള്ള എഴുത്തുകാരും അവരുടെ വായനയിലൂടെ അവരുടെ ഒരു പാഠം നിർമ്മിക്കും. അത് ചരിത്രത്തിൻ്റെ പശ്ചാത്തലമാവാം, ജീവചരിത്രത്തിൻ്റെ പശ്ചാത്തലമാവാം, സ്ത്രീപക്ഷ പശ്ചാത്തലത്തിലാവാം, ദളിതപക്ഷ പശ്ചാത്തലത്തിലാവാം, തൊഴിലാളിപക്ഷ പശ്ചാത്തലത്തിലാവാം, ആത്മനിഷ്ഠ പശ്ചാത്തലത്തിലാവാം. ഏത് പശ്ചാത്തലത്തിലായാലും അവരുടെ പ്രതിഭയുടെ മുദ്ര പതിഞ്ഞ ഒരു പശ്ചാത്തലം ഉണ്ടാകും. എന്നാൽ 2025 വ്യത്യസ്ത പാഠങ്ങളുടെ നിർമ്മാണം നടക്കുന്നതിനിടെ തന്നെ പാഠനിർമ്മിതിയെ ഭാഷയുടെ മണ്ഡലത്തിൽ വെച്ചല്ല, അധികാരത്തിൻ്റെ മണ്ഡലത്തിൽ വെച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടക്കുന്ന ഒരു നവഫാസിസ്റ്റ് പശ്ചാത്തലം, അതേക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കവിത പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മുറീദ ബർഗൂത്തിയുടെ ഒരു കവിതയാണ്. ആ കവിത ഇന്ന് ഏറെ പ്രസക്തമാണ്. കാരണം ഗസ്സ എന്ന് പറയുന്നത് ഇന്ന് നിലയ്ക്കാത്തൊരു നിലവിളിയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും നടക്കാത്ത ക്രൂരതകൾ കൂടി ഗസ്സയിൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പാലസ്തീൻ വിമോചനത്തിന് വേണ്ടി പൊരുതുന്ന ഒരു കവിയുടെ, മുറീദ ബർഗൂത്തി, ആ കവിതയുടെ പേര് ഇൻ്റർപ്രട്ടേഷൻ. ആ കവിത ഞാൻ ഉദ്ധരിക്കുന്നത് 92 ഡിസംബർ 6 ചേർത്തുകൊണ്ട്, അതായത് നമ്മളുടെ ബഹുപാഠങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ചരിത്രത്തിൽ ചില സമയത്ത് റദ്ദായി പോകും. അത് റദ്ദാക്കുന്നത് നമ്മൾ വായന നിർവഹിക്കുന്ന ഭാഷയുടെ മാധ്യമമല്ല, മറിച്ച് ആ മാധ്യമത്തെയും ചിലപ്പോൾ അടക്കി നിർത്താൻ കഴിയുന്ന മേൽക്കോയ്മ അധികാരമാണ്. അതാണ് ഈ കവിതയുടെ ഉള്ളടക്കം. കവിത വളരെ ചെറുതാണ്. ഒരു കോഫി ഷോപ്പിൽ ഒരു കവി, അദ്ദേഹം ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു, ഒരു കടലാസ് എടുക്കുന്നു, കടലാസിൽ എന്തോ എഴുതാൻ തുടങ്ങുന്നു. അപ്പുറത്തിരിക്കുന്ന ഒരു മുത്തശ്ശി അത് ശ്രദ്ധിക്കുന്നു. എന്താണ് ഇയാൾ എഴുതുന്നത്? ആർക്കാണ് ഇയാൾ എഴുതുന്നത്? അപ്പം മുത്തശ്ശി വിചാരിച്ചു അയാളുടെ അമ്മക്ക് എഴുതുകയായിരിക്കും. തീർച്ചയായിട്ടും ആദ്യം എഴുതേണ്ട കത്തുകളിൽ ഒന്ന് അമ്മക്കാണ്. മുത്തശ്ശി വിചാരിച്ചതിൽ തെറ്റില്ല. എന്നാൽ മുത്തശ്ശി കത്ത് കണ്ടിട്ടില്ല. അപ്പുറത്തൊരു യുവതി ഇരിക്കുന്നു, അവരും ഈ കത്ത് കാണുന്നുണ്ട്. അവർ വിചാരിച്ചു ഇത് തൻ്റെ അനുരാഗിക്ക് എഴുതുന്നൊരു കത്തായിരിക്കും. ഒരു യുവതി അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റില്ല. വേറൊരു ഭാഗത്ത് ഏതോ കുടുംബത്തിൻ്റെ കൂടെ വന്ന കുട്ടികൾ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികൾ വിചാരിച്ചു ഇയാൾ കടലാസിൽ ചിത്രം വരച്ച് കളിക്കുകയായിരിക്കും. കുട്ടികൾ അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റില്ല. അപ്പുറത്ത് ഒരു തൊഴിലാളി രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജോലിയെടുത്ത് കിട്ടിയ പണം കടം വീട്ടാനും ജീവിത ആവശ്യങ്ങൾക്കും തികയുമോ എന്ന വേവലാതിയിൽ കണക്ക് നോക്കുകയാണ്. അയാൾ വിചാരിച്ചു ഇയാളും ജീവിതത്തിൻ്റെ കണക്കുകൾ കൂട്ടി മുട്ടിക്കാൻ പെടാപ്പാടുപെടുകയാവും തന്നെ പോലെ. അപ്പുറത്ത് വേറൊരു ബിസിനസ്സുകാരനുണ്ട്. അയാൾ നല്ലൊരു ഡീല് നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. അയാൾക്ക് നല്ല ആഹ്ലാദം. അയാൾ വിചാരിച്ചു ഇയാളൊരു ഡീല് നടത്തി വന്നിരിക്കുകയായിരിക്കും. അങ്ങനെ ഓരോരുത്തരും പലതും വിചാരിച്ചുകൊണ്ടിരിക്കെ സാഹിത്യ വിമർശനത്തിൻ്റെ ഭാഷയിൽ വ്യത്യസ്ത പാഠങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ആ കോഫി ഹൗസിൻ്റെ മുമ്പിലേക്ക് ഒരു ജീപ്പ് വന്നു നിന്നു. ജീപ്പിൽ നിന്ന് 2 പോലീസുകാർ ഇറങ്ങി. അവർ നേരെ ഈ കവിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കവിയുടെ കൈകൾക്ക് വിലങ്ങ് വെച്ച് അയാളെ കൊണ്ടുപോയി മുത്തശ്ശിക്ക്, യുവതിക്ക്, കുട്ടിക്ക്, തൊഴിലാളിക്ക്, ബിസിനസ്സുകാരന് വിവിധ പാഠങ്ങൾ നിർമ്മിക്കാനുള്ള ഒരവസരവുമില്ല. അധികാരം അതിൻ്റെ അജണ്ട നടപ്പിലാക്കി. 2025 നമ്മൾ മാരാരെക്കുറിച്ച് ആവേശത്തോടെ ആലോചിക്കുമ്പോൾ ഇന്ത്യയിലെ നവഫാസിസം
എല്ലാ തരത്തിലുള്ള നമ്മുടെ വ്യാഖ്യാനങ്ങൾക്കുമേൽ, നമ്മുടെ വായനക്കുമേൽ മിത്തിൻ്റെ മേൽക്കോയ്മ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഡെമോക്രസിയെ മിത്തോക്രസി ഓവർടേക്ക് ചെയ്യുന്ന ഒരു കാലത്ത് മിത്തിനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള അനുകൂല എതിർപ്പാരായണങ്ങൾക്ക് കുട്ടിക്കൃഷ്ണമാരാർ ഭാരത പര്യടനം എഴുതിയ കാലത്തെ പോലുള്ള പ്രസക്തി നിലനിൽക്കുന്നില്ല എന്ന് വളരെ വിനയപൂർവം എന്നാൽ വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.